ചേച്ചി എടാ ചേച്ചി ചേച്ചി എന്റെ ഫ്രണ്ട് ഇപ്പൊ വിളിച്ചായിരുന്നു. അവൻ ഇവിടെ ഒരു കഫേ തുടങ്ങിയേക്കണം. എവിടെ? നമ്മുടെ എടപ്പള്ളിയില്, എടപ്പള്ളി പൈപ്പ് ലൈൻ റോഡ് അവിടെ. സൂപ്പർ സാധനം, ക്ലാസിക് സാധനം. അപ്പോൾ അവിടെ എന്തെങ്കിലും ബർഗർ അത് ഇതൊക്കെ ഉണ്ട്. വൈകിട്ട് 7 മണി മുതൽ 12 മണി വരെയാണ് ഷോപ്പ്. അപ്പോൾ ഇങ്ങനെ പാർട്ട് ടൈമിന് ആൾക്കാരെ ജോലിക്ക് എടുക്കണമെന്ന് പറഞ്ഞു. 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള പിള്ളേരെയാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. മണിക്കൂറിന് 100 രൂപ വെച്ച്. അപ്പോൾ 7 മണിക്കൂറാകുമ്പോൾ 700 രൂപ. നീ പോന്നാ? പിന്നെ പോയേക്കാന്ന് വിചാരിച്ച് 700 രൂപ കിട്ടി നമുക്ക് എന്തൊരു പുളിക്കൂ. എന്നിട്ട് മോനെ എപ്പ ഇരുന്ന് പഠിക്കാനാ? 12 മണിയാകുമ്പോ ഡ്യൂട്ടി കഴിയും, വീടെത്തുമ്പോ 1 മണി, പിന്നെ നിന്റെ ഫോൺ വിളി കൊഞ്ചലൊക്കെ കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ പോലും 2 മണി 3 മണി ആണോ? നീ എന്നിട്ട് എപ്പോ കോളേജിൽ പോ? അല്ല നീ എവിടെയാണ് കോളേജിൽ പോണത് ഇപ്പോ? നീ പഠിക്കാറുണ്ടാ? നിനക്ക് വെറുതെയാണ് ഫീസൊക്കെ തന്നത്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ലേ. എന്തല്ല, ഞാൻ പഠിക്കണൊക്കെ ഉണ്ട്, ആൾക്കാരും ചേച്ചി വിടും. പക്ഷെ പഠിത്തത്തിന്റെ കൂടെ ഒരു വരുമാനം നല്ലതല്ലേ? വേണ്ട, ഡിഗ്രി ആദ്യം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് വരുമാനത്തിനെ പറ്റിയൊക്കെ ചിന്തിക്കാം. ജോലിക്ക് പോവാൻ നിക്കണ്, പഠിക്കോ ഇല്ല. മാർക്ക് വരട്ടെ, പ്രശ്നം കാണാം. ഡിഗ്രി കഴിയുമ്പോ പിന്നെ എന്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റും. നിന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറയാൻ പറ്റില്ല, അത് ഞാൻ ഇടപെടും. പക്ഷെ നിനക്ക് ഇഷ്ടമുള്ള ജോലിയൊക്കെ ചെയ്തു. ഡിഗ്രി ജയിക്കണ്ടേ? എന്താ അതിന് ഡിഗ്രി ജയിക്കണ്ടേന്ന്? പുഷ്പം പോലെ ജയിക്കും, പുഷ്പം പോലെ ജയിക്കും. പക്ഷെ എനിക്ക് സംശയമുണ്ട്, ബുക്ക് പോലും തുറന്നു നോക്കാതെ ചേട്ടൻ എങ്ങനെ ജയിക്കാനാ? ബുക്ക് തുറന്നു നോക്കാനാടി? ബുക്കെന്ന് പോലും പറയാത്ത നീ എങ്ങനെ ജയിക്കാനാടി? എടീ, നീ എന്തെങ്കിലും പടം കണ്ടിട്ടുണ്ടാ? അതിനകത്ത് ഇങ്ങനെ എടുക്കുന്നു, ബുക്ക് നോക്കുന്നു, വിടുന്നു, എടുക്കുന്നു, ബുക്ക് നോക്കുന്നു, വിടുന്നു. അതേപോലെയാണ് നമ്മള് ടെക്സ്റ്റ് ഇങ്ങനെ തുറന്നു നോക്കുന്നു, ഫുള്ള് പഠിക്കുന്നു, വെക്കുന്നു. സിമ്പിള്, ഭയങ്കര സിമ്പിളാ. മലയാള പഠന വിഷയം രചിച്ചത് ഇവനാണല്ലോ. ചിരിക്ക് കേട്ടാ, നിന്റെ ചിരിയൊക്കെ കുറച്ച് കഴിയുമ്പോ കറക്കും. ഇച്ചിരി ഓവർ കോൺഫിഡൻസ് കൂടുതലാ. ശരിക്കും പറഞ്ഞ അഹങ്കാരം. അഹങ്കാരോ? ഓടി പോ, നീ ഓട്, ഓടറേ. ഓടൂല ചേട്ടാ, അമ്മ ഭയങ്കര ഉറക്കാ, വയ്യെന്നാ പറയുന്നത്. എങ്ങനെ വയ്യാതിരിക്കാനാ? ഒരു 5 മിനിറ്റ് സമയം കിട്ടി ഇങ്ങനെ വരികിന് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. ഇനിയിപ്പൊ എണീറ്റാലും നോക്കിക്കോ, നേരെ അടുക്കളയിലോട്ടേക്ക് ഓടണം ജോലി ചെയ്യാൻ വേണ്ടി. ഇനി അമ്മ ഞാൻ നോക്കും. കൂടുതൽ അങ്ങനെ നോക്കണ്ട, മോളൊക്കെ പഠിച്ചാ മതി കേട്ടാ. പാറുവിന്റെ പഠന വിഷയമാണ് ഇനി ശരിക്കും വിഷയമാവാൻ പോണത്. ചേട്ടാ, എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, പഠിക്കാൻ ഇച്ചിരി ബുദ്ധി കുറവാന്നേ ഉള്ളൂ. എന്താ, പഠിക്കാത്തവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂലേ? നീ അങ്ങനെ പറഞ്ഞു മുങ്ങാൻ നോക്കണ്ട കേട്ടാ മക്കളെ. പഠിക്കാത്തവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂല പോലെ. നിന്നെ പോലെ തന്നെ എല്ലാ ടൈപ്പും പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നെ പോലെ പറഞ്ഞാൽ മതിയല്ലോ, എനിക്ക് പിന്നെ ബേസ് എങ്കിലും ഉണ്ട്. ഈ കുരിപ്പേ ഇനിയെങ്കിലും ബേസ് വേണം. ബേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അടിത്തറ. ഈ അക്ഷരങ്ങളൊക്കെ വായിക്കാനും കൂട്ടി വായിക്കാനും കണക്ക് കൂട്ടാനും ഒക്കെ അറിയണം. അല്ലെങ്കിൽ 10 വരുമ്പോ തോറ്റു പോവും, ജയിക്കൂല കേട്ടാ. ജയിക്കണ്ടേ? നീ അത്രയും കൊച്ചാക്കല്ലേ? ശരിയാണ്, ഞങ്ങളുടെ കൊച്ചു ഇത്തിരി ഉഴപ്പൊക്കെ ചെയ്യും. പക്ഷെ നാഞ്ഞു പിടിച്ച പാറക്കുട്ടി എക്സാമിന് ഫുള്ളാ അല്ലേ? ആഞ്ഞു പിടിക്കണം പക്ഷെ പിടിക്കില്ല. ഇപ്പൊ തൽക്കാലത്തിന് നിന്റെ ആ കേസ് ഞാൻ വിട്ടേക്കണേ കേട്ടാ. ലച്ചേച്ചി, ഞാനേ ഇപ്പം പടവലത്തോട്ടൊന്ന് പോണം. കാരണം പടവലത്ത് കുറെ പായ സ്ഥലം കിടപ്പുണ്ടല്ലേ, അവിടെ മൊത്തം വെയിലടിക്കുന്ന സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ ഒരു പ്ലാൻ ഇവിടെ അടുത്തുള്ള നഴ്സറിയിൽ കണ്ടുവച്ചിട്ടുണ്ട്. കുറെ തൈരിക്കുന്നു. പണ്ട് നമുക്ക് അപ്പൂപ്പൻ്റെ ഒപ്പിക്കുക. കൊണ്ടുവന്നു, അവിടെ ഫുള്ള് നടന്നു, നമ്മൾ വിളയിക്കുന്നു, വിൽക്കുന്നു, കഴിക്കുന്നു, വിൽക്കുന്നു. നീ ഇത്ര നേരത്തെ കൃഷിയിലേക്ക് ഇറങ്ങാൻ പ്ലാനോടെ? എന്തിലോട്ട് ഇറങ്ങാൻ? ഇത്ര നേരത്തെ കൃഷിയിലോട്ട് ഇറങ്ങാൻ പ്ലാനോന്ന്? ശിവ, മെർലിന്റെ അപ്പനെ കൊറേ പറമ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഭാവിയിൽ പിന്നെ തോട്ടപ്പണിക്കാരനായിട്ട് കയറാം. നോക്കിയിരിക്കത്തേ ഉള്ളു. അല്ലടാ, അലീനൊക്കെ ആണെങ്കിൽ പിന്നെ ബാംഗ്ലൂർ കുറെ ടൈലിന്റെ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, അവിടെ ടൈല് വെട്ടാൻ പോവാ. ടൈല് വെട്ടാൻ സ്ട്രെങ്ത് വേണം. ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. ചിലപ്പോ എന്റെ കുഞ്ഞനീത്തിയും പൊന്നു ചേച്ചിയും ഇല്ലാണ്ടായി. അല്ല കേശു, നമുക്ക് ടൈല് വെട്ടുന്നതിനെ പറ്റി ഇരുത്തി സംസാരിക്കാം. എന്റെ പുറകെ വരരുത് കുരിപ്പേ. ചോദിക്കട്ടെ, ഞാൻ അതിന്റെ ഇടയ്ക്ക് ഇത് ഉറങ്ങിയേ.
ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.